കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം ഉടൻ മന്ത്രി PJ ജോസഫ് നിർവഹിക്കുകയാണ്. അധ്യക്ഷനായി റവറന്റ് ഡോക്ടർ തോമസ് ആദോപ്പള്ളി, ഉദ്ഘാടനം PJ ജോസഫ്, മുഖ്യപ്രഭാഷണം ശ്രീ KK തോമസ്, പ്രസിഡന്റ് കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത്. മുഖ്യപ്രഭാഷണം ഡോക്ടർ പ്രസിഡന്റ് K മറ്റം. അവലോകനം ശ്രീ CN ബാലകൃഷ്ണൻ. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീമതി ട്രീസ ജോസ്, മെമ്പർ കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത്, ശ്രീ കോശി അബ്രാഹം, രക്ഷാധികാരി, ശ്രീ ജെൻസ് V വർഗീസ്, പ്രസിഡന്റ് ബിഫ് റഫറി, ശ്രീ UK സ്റ്റീഫൻ, പ്രിൻസിപ്പൽ, ശ്രീ റേജി P തോമസ്, PTA പ്രസിഡന്റ്, ശ്രീമതി ജീന അബ്രാഹം, MBTA പ്രസിഡന്റ്, ശ്രീ ജോസ് M എടശ്ശേരി, ഹെഡ്മാസ്റ്റർ മുതലായവർ സംസാരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ PJ ജോസ് ഉടനെ എത്തുന്നതാണ്. ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായി പണിതീർത്തിരിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. PJ ജോസഫ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് സാർ, കോട്ടയം അതിരൂപത കോപ്പറേറ്റീവ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ആദോപ്പള്ളി അച്ഛ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK തോമസ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടരെ, മാതാപിതാക്കളെ, അധ്യാപകരെ, ബാസ്കറ്റ്
കരികുന്നതിൻ്റെ കായിക പെരുമയ്ക്ക് ഒരു പൊൻതൂവലും കൂടെ ചാർത്തുന്ന ദിവസമാണ് ഇന്ന്. നമ്മുടെ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് അതിൻ്റെ സ്മാരകമായി നാം നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിൽ പുതിയതായി നിർമ്മിച്ച ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനവും ആ ഉദ്ഘാടനത്തെ കൂടുതൽ മനോഹരമാക്കാൻ അർത്ഥപൂർണമാക്കുവാൻ വേണ്ടി ജില്ലാ സീനിയർ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റും ഇന്നിവിടെ അരങ്ങേറുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് ആദോപ്പള്ളിയച്ഛനാണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത നൽകിയിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ തോമസ് സ്കൂളും പഞ്ചായത്തും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് എനിക്ക് നിങ്ങൾക്ക് പറയാം. ശ്രീ കെ തോമസ് അവരുകളെ സ്വാഗതം ചെയ്യും. ഈ സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ കെ മറ്റൻ, ഈ സമ്മേളനത്തിൽ ഈ ടൂർണമെന്റിന്റെ അവലോകനം നടത്തുന്ന ശ്രീ സി എൻ ബാലകൃഷ്ണൻ, ഈ സമ്മേളനത്തിന്റെ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി ലിസ ജോസഫ്, കരിങ്ങാം ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ശ്രീ ജി സി വർഗീസ് പ്രസിഡന്റ്, ശ്രീ യുകേഷ് സ്റ്റീഫൻ സാറ് പ്രിൻസിപ്പൽ, ശ്രീ പി എം ജോയി നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ, അതുപോലെ തന്നെ ശ്രീമതി ജീന എബ്രഹാം മദർ പി ടി എ പ്രസിഡന്റ്, ആദരനായ ഹെഡ്മാസ്റ്റർ ശ്രീ ജോസഫ് ഇടശ്ശേരി, ഇവരെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. വിഭവ വകുപ്പ് മന്ത്രി ശ്രീ പി ജെ ജോസഫ് സാർ, സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട മാലിത്തുരുത്തേൽ സാബുവച്ചൻ, കരിങ്ങാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ തോമസ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു ദിനം കൂടി വന്നിരിക്കുകയാണ്. ഇവിടെ പൂർത്തീകരിക്കപ്പെട്ട ഈ സ്റ്റേഡിയത്തിൽ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനവും ഇടുക്കി ജില്ലാ സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പും ആരംഭിക്കുന്ന ഈ അവസരം കൂടുതൽ അനുഗ്രഹദായകമാകട്ടെ, ഫലദായകമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
നിർവഹിക്കുകയാണ്. നമുക്ക് ആരംഭിച്ചിരിക്കുന്ന ഇൻഡോർ ബാസ്കറ്റ്ബോളിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നു. ആദരണീയമായ യോഗത്തിന്റെ അധ്യക്ഷൻ കോട്ടയം ജൂനിയർ കോപ്പറേറ്റീവ് സെക്രട്ടറി തോമസ് ആതിരപ്പള്ളി വെച്ച നമ്മുടെ ഏവരുടെയും ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിന്റെ ജലവിഭവ മന്ത്രി ശ്രീ PJ ജോസഫ് സാർ അവർ, സ്കൂൾ മാനേജർ സാബു മാനത്തിൽ ജനിച്ച വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അസോസിയേഷന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ്, പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, കരിങ്കുന്നത്തെ ഒരു വലിയ കൂട്ടായ്മയുടെ ഉദാഹരണമാണ്. ജാതി മതങ്ങൾക്ക് അതീതമായി കരിങ്കുന്ന സ്കൂളിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം നല്ല ആളുകൾ, സ്കൂളിന്റെ ഏതാവശ്യം വന്നാലും സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി എപ്പോഴും കൈകോർക്കുന്ന ഒരു സമൂഹം. ഈ സമൂഹമാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തകരുടെയും മുഖ്യ ആളുകൾ. അതോടൊപ്പം തന്നെ എക്കാലവും നമുക്ക് അഭിമാനമായി അനുഗ്രഹമായി കിട്ടിയ നമ്മുടെ മന്ത്രി, ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ എക്കാലവും എന്ത് കാര്യത്തിലും സ്കൂളിനെ മാത്രം ശ്രദ്ധിക്കുന്ന വളരെ ബഹുമാന്യനായ മന്ത്രി, കൊണ്ടുപോകണം എന്ന് മാത്രമായി എനിക്ക് പറയുവാനുള്ളത്. അതോടൊപ്പം തന്നെ ജില്ലാ ചാമ്പ്യൻഷിപ്പ്, ആ വിവാദങ്ങൾക്ക് അതീതമായി ഞാനിത് പറയുന്നത് നമ്മുടെ നാടിന്റെ ഒരു ശാപമാണ് വിവാദങ്ങൾ. എവിടെയും എന്ത് നടന്നാലും അവിടെ വിവാദമുണ്ടാകുക. അതിനതീതമായി കളിക്കളത്തിൽ മാത്രം ഒതുങ്ങുന്ന വാശിയും വീറോടും കൂടി ഈ കളി അതിന്റെ പൂർവ്വതയിലെത്തിക്കണമെന്ന് മാത്രമായി എനിക്ക് പറയുവാനുള്ളത്. എതിരാളിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ബോളും മാത്രമായിരിക്കണം. അതിൽ നിങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കളി പൂർത്തീകരിക്കുമ്പോൾ നാളെയുടെ ഒരു നല്ല സ്വപ്നമായി വാഗ്ദാനമായി നിങ്ങൾ മാറുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും ജഗദീശന് നൽകട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശന് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ സ്റ്റേഡിയത്തിന്റെ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഇവിടെ നിന്നും ഇപ്പോൾ മടങ്ങിയ കേരളത്തിന്റെ ബഹുമാന്യനായ ജലവിഭവ മന്ത്രി ശ്രീ PJ ജോസഫ് അവർ, ഇവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് സെക്രട്ടറി റവറൻഡ് ഡോക്ടർ തോമസ് ആതിരപ്പള്ളി അച്ഛൻ അവർ, ഈ സ്കൂളിന്റെ ആരാധനായ മാനേജർ റവറൻഡ് ഫാദർ സാബു മാലിത്തുരുത്തൽ അവർ, സ്കൂളിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, ആദ്യം വിട്ടുപോയി, ബഹുമാനപ്പെട്ട ഈ ഗ്രാമപഞ്ചായത്തിന്റെ ആരാധനായ പ്രസിഡന്റ് ശ്രീ KK തോമസ് അവർ, വേദിയിലുള്ള ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ ആരാധനായ അസോസിയേറ്റ് സെക്രട്ടറി ശ്രീ CN ബാലകൃഷ്ണൻ അവർ, ജില്ലാ പ്രസിഡന്റ് ശ്രീ ജെൻസ് V വർഗീസ്, മറ്റ് ജനപ്രതിനിധികൾ, ഈ സ്കൂളിലെ ആരാധനായ അധ്യാപകർ, PTA പ്രതിനിധികൾ, ട്രസ്റ്റീസ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിവിധ ടീമുകളുടെ ഒഫീഷ്യൽസ്, കോച്ചസ്, ഏറ്റവും പ്രിയങ്കരായ പ്ലേയേഴ്സ്, മറ്റ് നാട്ടുകാരെ, കേരളം എക്കാലത്ത് ബാസ്കറ്റ്ബോൾ ഭൂപടത്തിൽ ഇന്ത്യയിലെ മുൻപന്തിയിലുണ്ട്. ഇന്ത്യയിലെ വിവിധ ക്ലബുകളുടെ തലപ്പത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരായി അന്നും ഇന്നും വിലസിയിരുന്നത് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ കളിക്കാർ തന്നെയാണ്. ഈ കേരള ബാസ്കറ്റ്ബോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി വളരെയധികം താരങ്ങളെ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ സംഭാവന ചെയ്തിരിക്കുന്നു. ഈ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ്, ഇന്ത്യയോട് സമാപിച്ച ഏഷ്യൻ ഗെയിംസിൽ കേരളത്തിൽ നിന്നുള്ള 5 വനിതകളാണ് 12 പേരടങ്ങിയ
പാർട്ണർഷിപ്പിലും മുട്ടം ശതാജ്യോതി പബ്ലിക് സ്കൂളിലെ എബിൻ ജോയ് എന്ന കളിക്കാരൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സംസ്ഥാനത്തെ ബാസ്കറ്റ്ബോളിന്റെ ഭരണത്തിൽ കഴിവ് തെളിച്ച മികച്ച നേതാക്കന്മാർ ഇന്ന് തന്നെ വേദിയിലിരിക്കുന്ന കേരളത്തിന്റെ അസോസിയേറ്റ് സെക്രട്ടറി ശ്രീ സി എൻ ബാലകൃഷ്ണൻ അവർ, ഫിബ അന്താരാഷ്ട്ര ട്രസ്റ്റി ഇടുക്കി ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ബാസ്കറ്റ്ബോളിന്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീ ജെൻസി വർഗീസ്, അതുപോലെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ, അങ്ങനെ വളരെയധികം ഓഫീസ് ബേറേഴ്സ് ഇവിടെ നിന്നു. അതോടൊപ്പം ബാസ്കറ്റ്ബോളിന്റെ റഫറിംഗ് തലത്തിലായാലും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കറിയാം വേൾഡ് കപ്പൊക്കെ ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിബ റഫറിയാണ് നമ്മുടെ പ്രസിഡന്റായിട്ട് ഇന്നലെ മുമ്പിൽ വേദിയിലിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം ഇവിടെ നിന്ന് സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലത്തിലുള്ള താരങ്ങൾ വളരെയധികം ഉയർന്നു വരത്തക്ക രീതിയിൽ ഇവിടെ മികച്ച കോച്ചിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനും വർഷം തോറും ഒരു കേരള നിലവാരത്തിലുള്ള ഒരു സംസ്ഥാന ഇൻവിറ്റേഷൻ ടൂർണമെന്റെങ്കിലും ഇവിടെ സംഘടിപ്പിക്കുവാനും ഇവിടുത്തെ മാനേജ്മെന്റിനോട് ഇടുക്കി ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന് വേണ്ടി ഈ ഗെയിം പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം പി ജെ ജോസഫ് സാർ ഇവിടെ നിന്ന് പോയെങ്കിലും ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത് നമ്മുടെ തൊടുപുഴയ്ക്ക് ഇപ്പോഴും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അപര്യാപ്തതയുള്ളതുകൊണ്ട് പല ദേശീയ സംസ്ഥാന മത്സരങ്ങൾ ഏറ്റെടുക്കുവാൻ ജില്ലാ അസോസിയേഷനും സംസ്ഥാന അസോസിയേഷനും ഒക്കെ ബുദ്ധിമുട്ടുകയാണ്. അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഓർത്തിരുന്നെങ്കിലും വേറെ വ്യക്തിപരമായി കണ്ട് അടുത്തിടെ തന്നെ ഇത് അഭ്യർത്ഥിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഏതായാലും ഇവിടെ ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി വളരെയധികം ക്ലബ്ബുകളും സ്കൂളുകളും അവരുടെ കോച്ചസ്, ഒഫീഷ്യൽസിനെ എല്ലാം കൂട്ടി നല്ല കഴിവുറ്റ കളിക്കാരെ വാർത്തെടുത്തുകൊണ്ട് ഈ ടൂർണമെന്റും അതോടൊപ്പം ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ്, ഈ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങും ഒക്കെ ഭംഗിയാക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഇടുക്കി ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന് വേണ്ടി സസന്തോഷം സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഇത്രയും മനോഹരമായ ഈ സ്റ്റേഡിയം ഈ നാടിനെ സമർപ്പിച്ച ഈ സ്കൂളിന്റെ മാനേജ്മെന്റിനെയും മാനേജർ അച്ഛനെയും ഇവിടുത്തെ അധ്യാപകർ, അനധ്യാപകർ എല്ലാവരെയും ഒരിക്കൽ കൂടി കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷന് വേണ്ടിയും ഇടുക്കി ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷനും ഇന്നാട്ടിലെ ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഫാദർ ഡോക്ടർ തോമസ് ആദോപ്പിള്ളി ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറ്, ഈ സ്കൂളിലെ മാനേജർ, പ്രിൻസിപ്പൽ, ഹെഡ്മാസ്റ്റർ, അതുപോലെ വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികളെ, ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ജെൻസി വർഗീസ്, സെക്രട്ടറി ഡോക്ടർ പ്രിൻസിക്ക മറ്റം, മറ്റ് ഭാരവാഹികളെ, ഈ സ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥികളെ, എൻ്റെ മുൻപിൽ ഇരിക്കുന്ന കായിക താരങ്ങളെ. ഫോം ചെയ്തത് 74-ലാണ്. ഇടുക്കി ജില്ല ഉണ്ടാകുന്നത് 74-ലാണ്. ഇടുക്കി ജില്ലയുടെ പ്രവർത്തനങ്ങൾ, അതായത് ഓഫീസുകളിലെ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങുന്നത് 76-ലും. പക്ഷേ അന്നും ബാസ്കറ്റ്ബോൾ ഉണ്ട്. സ്പോർട്സും ബാസ്കറ്റ്ബോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന് മുൻപ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് മുൻപ് എറണാകുളം ജില്ലയായിരുന്നു. അവിടുന്ന് വേർപെട്ട് വന്നാണ് ഇടുക്കി ജില്ല 74 രൂപം കൊള്ളുന്നത്. അന്നത്തെ ബാസ്കറ്റ്ബോൾ മാത്രം എടുത്തു പറയുകയാണെങ്കിൽ, ബാസ്കറ്റ്ബോളിന്റെ അവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് ആവശ്യത്തിന് ഒരു കോച്ച് പോലും നമ്മുടെ ഇടുക്കി ജില്ലയിലില്ല. കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നതിന് ആവശ്യമായ രീതിയിൽ, വേണ്ട രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് അറിയാവുന്ന ഒരാൾ പോലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ബാസ്കറ്റ്ബോളിനെ പറ്റി അറിവുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ടൂർണമെന്റുകളെല്ലാം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ റെഫറീസ് ഇല്ല, കോച്ചസ് ഇല്ല. ആ ഒരു കാലഘട്ടത്തിൽ പോലും ഈ പറഞ്ഞ ബാസ്കറ്റ്ബോൾ അതുപോലെയുള്ള മറ്റുള്ള ഗെയിംസ്, സ്പോർട്സ്, ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്നു. ഇന്ന് അത്യാധുനിക രീതിയിലുള്ള സ്റ്റേഡിയങ്ങളുണ്ട്, പ്രഗത്ഭരായ കോച്ചസ് ഉണ്ട്, അതുപോലെ തന്നെ റെഫറീസ് ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ അഭിമാനം കൊള്ളത്തക്ക രീതിയിൽ 2 ഇന്റർനാഷണൽ റെഫറീസ് നമുക്കുണ്ട്. അതായത് ആദ്യം തുടങ്ങുന്നത് എസ്സില്, അവസാനിക്കുന്നത് എസ്സില്. ആദ്യത്തെ എസ് എന്ന് പറയുന്നത് സിമ്പതിയാണ്, അനുകമ്പ.
അനുകമ്പ എല്ലാവർക്കും അത്യാവശ്യമാണ്. 1. 2 P ആണ് പേഴ്സണാലിറ്റി, വ്യക്തിത്വം എല്ലാവർക്കും അത്യാവശ്യമാണ്. അടുത്ത് O ആണ് ഒബീഡിയന്റ്, അനുസരണ, അത് അത്യാവശ്യമാണ്. അടുത്ത് 6 റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തം അത്യാവശ്യമാണ്. അടുത്ത് T ട്രൂത്ത്, സത്യം അത്യാവശ്യമാണ്. ഇതെല്ലാം നേടിക്കഴിഞ്ഞാൽ അവസാനം നമ്മുടെ മനസ്സിന് കിട്ടുന്നത് തന്നെ സംതൃപ്തിയാണ്, സാറ്റിസ്ഫാക്ഷൻ. അതാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. ഈ 6 അക്ഷരം ഉദ്ദേശിക്കുന്ന ഏതാണ്? ഞാൻ അതിനെ വിശകലനം ചെയ്യുന്നില്ല, അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട്. ഇപ്പൊ നമുക്ക് കളി നടക്കേണ്ട കാര്യമായതുകൊണ്ട് ഈ 6 സ്കൂൾ മാനേജർ ആദരണീയനായ സാബു മലത്തിരുത്തൽ അച്ഛ, കരികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ കെ തോമസ് അവர்களെ, സ്കൂൾ പ്രിൻസിപ്പൽ UK സ്റ്റീഫൻ സാർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസം ഇടശ്ശേരി സാർ, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ മാതാപിതാക്കളെ, കുട്ടികളെ, സ്നേഹമുള്ള അധ്യാപകരെ, അച്ചടക്കവും കൃത്യനിഷ്ഠയും ആരോഗ്യവുമുള്ള ഒരു ജനത സമൂഹത്തിന്റെ സമ്പത്താണ്. സ്നേഹം നിറഞ്ഞ എന്റെ കൊച്ചു ബാസ്കറ്റ്ബോൾ കളിക്കാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികളെ, അധ്യാപക സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, അതിമനോഹരമായ ഒരു ബാസ്കറ്റ്ബോൾ ഇൻഡോർ സ്റ്റേഡിയം നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയും ഈ സ്കൂളിന് വേണ്ടിയും കരികുന്നത്തിന് വേണ്ടിയും ഒരുക്കിയ ഈ സെന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജ്മെന്റിനെ ഇടുക്കി ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ പേരിലും കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ പേരിലും പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു. സെന്റ് അഗസ്റ്റീൻസ് സ്കൂളിനും കരിങ്കുന്നത്തിനും ഇടുക്കി ജില്ലയ്ക്കും കേരളത്തിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും ഇന്ത്യയ്ക്കും അഭിമാനകരമാവുന്ന കായിക താരങ്ങൾ, ബാസ്കറ്റ്ബോൾ കളിക്കാർ ഈ സ്കൂളിൽ നിന്ന് വളർന്നു വരുന്നതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഇടുക്കി ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷനും കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷനും നമ്മുടെ ഈ സ്കൂൾ മാനേജ്മെന്റിന് വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ ഇനി നിങ്ങളുടെ കയ്യിലാണ് ഈ കോർട്ട്, നിങ്ങളുടെ കളിക്കാരാണ് ഈ കോർട്ടിന്റെ പ്രശസ്തി ഉയർത്തേണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഏതാണ്ട് 57 ലക്ഷം രൂപ മുടക്കി നമ്മുടെ സ്കൂളിനും നമ്മുടെ നാടിനും അഭിമാനമായി മാറിയ ഇൻഡോർ സ്റ്റേഡിയം, അതുപോലെ നമ്മുടെ ബാസ്കറ്റ്ബോൾ, ഈ ഓപ്പൺ സ്റ്റേജ്, ഇതെല്ലാം ഭാവിയിൽ നമ്മുടെ സ്കൂളിനും നമ്മുടെ നാടിനും എന്നും അഭിമാനമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ മാനേജ്മെന്റ്, നല്ലവരായ നാട്ടുകാർ, അധ്യാപകര്, മറ്റ് വ്യക്തികൾ എല്ലാവരെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ ജീവിതത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള താരങ്ങളെ വാർത്തെടുക്കുവാൻ നമ്മുടെ സ്റ്റേഡിയത്തിന് സാധിക്കണം. അതിന് നിങ്ങളെല്ലാവരുടെയും കൂടുതൽ ശക്തിയും പ്രേരണയും അതുപോലെ മറ്റ് രീതികളിലുള്ള സപ്പോർട്ടും ഈ നിമിഷം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്ന ഇടുക്കി ജില്ലാ സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനാധ്യക്ഷൻ റവറൻ ഫാദർ ഡോക്ടർ തോമസ് ആദോപ്പിള്ളച്ചൻ, പ്രിയങ്കരനായ ജലവിഭവ വകുപ്പ് മന്ത്രി ഉദ്ഘാടകനുമായ ശ്രീ PJ ജോസഫ് സാർ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ആദരണീയരായ അധ്യാപകരെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കാലാനുസൃതമായി ഉണ്ടായിട്ടുള്ള വളർച്ചയുടെയും മികവിന്റെയും മേന്മയുടെയും ഒരു പടി കൂടി, ഒരു പടിയല്ല ഒന്നിലധികം പടികൾ കടന്നിരിക്കുകയാണ്. ഈ നിമിഷം എന്നെ സംബന്ധിച്ചിടത്തോളം അത്യധികം സന്തോഷപ്രദവും ചാരിതാർത്ഥ്യജനകവുമായ നിമിഷങ്ങളാണ്. സാബു മലത്തിരുത്തൽ, മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ്, അധ്യക്ഷൻ റവറൻ ഡോക്ടർ തോമസ് ആദോപ്പള്ളി, മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK തോമസ്, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, PTA എക്സിക്യൂട്ടീവ്,
വിദ്യാർത്ഥിനികളെ, ഇന്ന് കരിങ്കുന്നത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ദിവസമാണ്. തീർച്ചയായും ഈ സ്കൂളിന്റെയും കരിങ്കുന്നത്തിന്റെയും ഉയർച്ച കരിങ്കുന്നം നിവാസികളുടെ സന്തോഷം തന്നെയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള നാട്ടുകാരെ, PTA അംഗങ്ങളെ, ഇവിടെ മത്സരത്തിനായി എത്തിയിരിക്കുന്ന കായിക താരങ്ങളെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, പ്രിയ സഹപ്രവർത്തകരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു നിമിഷമാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി മാനേജ്മെന്റ്, മുൻകാലങ്ങളിലുള്ള PTA, അതോടൊപ്പം ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ, അധ്യാപകര്, എല്ലാവരുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് തീർച്ചയായും അഭിമാനകരമായ ഈ നേട്ടം ഈ സ്കൂളിനും ഈ നാടിനും ഈ ഇടവകയ്ക്കും നൽകുവാനായി സാധിച്ചിട്ടുള്ളത്. സാധാരണ പറയുമ്പോൾ അന്താരാഷ്ട്ര നിലവാരം അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം എന്നൊക്കെ പറയുമ്പോൾ പലതിനെയും നാം പലപ്പോഴും കുറച്ച് കൂടുതൽ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും തികച്ചും അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയവും അന്താരാഷ്ട്ര നിലവാരമുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടുമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോളിബോള്, വടംവലി, അതുപോലെ തന്നെ അത്ലറ്റിക്സ് എന്നീ രംഗങ്ങളിലെല്ലാം ഈ സ്കൂള് ഈ നാടും നേട്ടങ്ങൾ കൈവരിച്ചപ്പോൾ തീർച്ചയായും അതിനോട് കൂട്ടിച്ചേർക്കാൻ ഒരു പുതിയ കായിക ഇനം കൂടി നമുക്കുണ്ടായി എന്നുള്ളത് തികച്ചും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. ഈ അവസരത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും ആത്മാർത്ഥതയോടെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാവർക്കും വേണ്ടി കൃതജ്ഞത അർപ്പിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ പറഞ്ഞ ഒരു കാര്യം മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു വന്നു. ഈ കോർട്ടിന്റെ ഗുണഭോക്താക്കൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് ഈ കോർട്ട് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ഇത് വെറും ഒരു നോക്കുകുത്തിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല തുടക്കങ്ങളും നമ്മളിവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം ഈ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ തീർച്ചയായും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം അതിന്റെ മാനേജ്മെന്റിനോടും അധ്യാപകരോടുമൊപ്പം ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും ഒരു സഹകരണത്തോടെ ഒരു പുതിയ കായിക ഇനം കൂടി ഈ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലേക്ക് നമുക്ക് തുടങ്ങാം. അതിന് എത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ആദോപ്പള്ളിൽ അച്ഛനാണ്. കോട്ടയം തോമസ് അച്ഛന് എല്ലാവരുടെയും പേരിലുള്ള കൃതജ്ഞത ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. നമ്മളുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് സാറാണ്. ഈ യോഗത്തിന്റെ പേരിലുള്ള എല്ലാ കൃതജ്ഞതയും ഞാൻ അർപ്പിക്കുകയാണ്. നമ്മളുടെ മാനേജർ അച്ഛൻ സാബു മാലിത്തുരുത്തേൽ അച്ഛൻ, നിങ്ങൾക്കറിയാം, ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ സ്കൂളിന്റെ പുരോഗമനത്തിന് ആരൊക്കെ മുന്നോട്ട് വന്നാലും മാനേജ്മെന്റിന്റെ സഹകരണമില്ലെങ്കിൽ ഒന്നും നടക്കാനായിട്ട് പറ്റുകയില്ല. ഇതിന്റെ ഓരോ മുക്കിലും മൂലയിലും നന്നാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ തീർച്ചയായും അതിനെ അതേ ഗൗരവത്തോടെ സ്വീകരിക്കുകയും അതിനാവശ്യമായ സാമ്പത്തികമായ സഹായങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യുകയും ചെയ്യുന്നതിൽ യാതൊരു മടിയും അച്ഛനുണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഇടവകയിൽ നിന്ന് ഈ സ്കൂളിലേക്ക് പൈസ മുടക്കുന്നത് പോലെ കോട്ടയം കോർപ്പറേറ്റിലെ ഒരു സ്കൂളുകളിലേക്കും പൈസ മുടക്കുന്നില്ല. തീർച്ചയായും ഈ കോർട്ടിന്റെ ഒരു ഭാഗം പൈസ മുഴുവനും പള്ളിയിൽ നിന്നെടുത്തതാണ്. അത് അച്ഛന്റെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഇത്രയും ഭംഗിയായി ഇത് പോകാൻ സാധിച്ചത് എന്നുള്ള കാര്യം
ഇവിടുത്തെ ഓരോ വ്യക്തികളും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയേറെ ശുഷ്കാന്തി ഈ സ്കൂളിനോട് കാണിക്കുന്ന, ഈ സ്കൂളിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള കൃതജ്ഞത ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. മുഖ്യപ്രഭാഷണം എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിൻ്റെതായ എല്ലാ സഹകരണങ്ങളും തന്നുകൊണ്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് യോഗത്തിന്റെ പേരിലുള്ള കൃതജ്ഞത ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ജില്ലാ ഓണററി സെക്രട്ടറിയും ഫിഫ കമ്മീഷണറുമായ ഡോക്ടർ പ്രിൻസ് കെ മറ്റം നേരത്തെ പറഞ്ഞതുപോലെ വോളിബോളും അതുപോലെ തന്നെ പല കളികളും കണ്ടിട്ടുള്ള കരിങ്കുന്നത്തിന് തീർച്ചയായും വ്യത്യസ്തമായ ബാസ്കറ്റ്ബോൾ കളി ഇവിടെ വരാൻ നമ്മൾ കോർട്ട് ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും അതിന്റെ ഉദ്ഘാടനത്തിന് സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നമുക്ക് തരാനുള്ള കാരണത്തിന്റെ മുഖ്യ ആള് ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രിൻസ് കെ മറ്റമാണ്. ഈ ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ അദ്ദേഹത്തോട് കൂടുതലായും കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ മീറ്റിംഗിന്റെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. സംസ്ഥാന ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ CN ബാലകൃഷ്ണൻ സാറ് ഇതിപ്പോൾ ഇവിടെ പറഞ്ഞു, ഈ ജില്ലാ അസോസിയേഷന്റെ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം ജില്ലാ അസോസിയേഷന്റെ ജെൻസി വർഗീസ്, ജില്ലാ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമ്മളോടൊപ്പം എപ്പോഴും ടീച്ചറിനെ വിളിക്കുമ്പോഴേ ടീച്ചർ പറയും, ഞാൻ വേണോ സാറേ, ഇന്നലെയല്ലേ വന്നിട്ട് പോകുന്നത്, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മളുടെ ഒരു അവിഭാജ്യ ഘടകമായ ട്രീസ ടീച്ചറിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. സാറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കൺസ്ട്രക്ഷൻ കമ്മിറ്റി കൺവീനർ ശ്രീ ജോയ് സാറിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വാക്കുകൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. കാരണം കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിൽ ഒത്തിരി പേരുണ്ട്. അതിൽ ജേക്കബ് സാറും ജോയി സാറുമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സമയം ഇവിടെ ചെലവഴിച്ചിട്ടുള്ള ആളുകൾ. ജോയി സാറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മുക്കും മൂലയും സാറ് വളരെ കൃത്യതയോടെ നോക്കുകയും അത് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന അഭിപ്രായം പറഞ്ഞ് അച്ഛനോടും എല്ലാവരോടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നടക്കുകയാണ് സാർ. ഏറ്റവും ഭംഗിയായി ഇത് ചെയ്യണം, എല്ലാ കാര്യങ്ങളിലും ഇത് ചെയ്യണം എന്നുള്ള നല്ല സതുദ്ദേശം. അതുപോലെ തന്നെ ജേക്കബ് സാറാണ് ഇതിന്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം, സാറ് എഞ്ചിനീയറാണ്. ഇവര് നമ്മുടെ PTA പ്രസിഡന്റ് അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കാത്തത്. MPTA പ്രസിഡന്റ് ശ്രീമതി ജീന എബ്രാഹിം ഉണ്ട്. PTA എല്ലാ സഹകരണങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ PTA കഴിഞ്ഞ ഇതിന്റെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിൽ ഉള്ള ഏതാണ്ട് 75% ആളുകളും ഇപ്പോഴത്തെ PTA-യിലുമുണ്ട്. എന്ത് ആണെങ്കിലും PTA എല്ലാ സഹകരണങ്ങളും ഈ സ്കൂളിനുള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും നന്നായി പോകുവാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് എൻ്റെ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനുവേണ്ടി പങ്കെടുത്ത എല്ലാ പണിക്കാര്, അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായം തന്ന എല്ലാവരും, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും, ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന കളിക്കാർക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.